ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മുൻ CPIM MLA ആയിഷ പോറ്റി കോൺഗ്രസിൽ. നമസ്കാരം. പോറ്റിയെ കേറ്റിയെ ആയിഷ പോറ്റിയെ കേറ്റിയെ കോൺഗ്രസിൽ കേറ്റിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പ. എൻ്റെ പൊന്നു വിജയ, PR വർക്കുകാർ തന്ന കപ്പിൽ കടിച്ചുകൊണ്ടിരുന്നു. കാൽക്കീഴിലെ മണ്ണ് ഇളകിത്തെറിച്ചു. ഇനി അടിവേരുകൾ പറയും. ആടി നിൽക്കുന്ന പടുമരം പോലെ നിങ്ങൾ കടപുഴകും. ആയിഷ പോറ്റി നിസാരക്കാരിയല്ല. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പാർട്ടി ഉഗ്രശാസനയാണെന്ന് നൽകിയത്. പിന്നീട് വീണ ജോർജും ദലീമയും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പാർട്ടിയൊട്ട് മിണ്ടിയതുമില്ല. കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തിൻ്റെ കുറവ് കൊണ്ടാണ് നമ്മുടെ ആളുകൾ ഇങ്ങനെ ദൈവത്തിലേക്ക് പോകുന്നത് എന്ന് മാത്രം പറഞ്ഞു അന്നത്തെ ആക്ടിംഗ് സെക്രട്ടറി വിജയരാഘവൻ. വെളുക്കച്ചിരിച്ച് പിൻവാങ്ങുകയും ചെയ്തു. ആയിഷ പോറ്റി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് പാർട്ടിക്കാർക്ക് നാണക്കേടുണ്ടാക്കി. വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൻ്റെ നട്ടും ബോൾട്ടും ഇളകിയെന്നാണ് അന്ന് പാർട്ടി കണ്ടെത്തിയത്. എന്തായാലും ആയിഷയോട് അടുത്ത കാലത്തായി പാർട്ടിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഘടാഘടികനായ ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിച്ചാണ് ആയിഷ പോറ്റി കൊട്ടാരക്കരയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടാം വരവിൽ പാർട്ടിക്ക് വഴിപ്പെട്ട ആയിഷ ദൃഢപ്രതിജ്ഞ തന്നെ ചെയ്തു. 3 തവണ അംഗമായിട്ടും ആയിഷ പോറ്റിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയില്ല. നോക്കണേ, ഒരു ദൈവനാമം വരുത്തി വെച്ച വിന. മിനിഞ്ഞാന്ന് വന്നു കയറിയ വീണ ജോർജ് മന്ത്രിയായി എന്ന് ഓർക്കണം. എന്തായാലും പിണറായി വിജയൻ്റെ പുതുവർഷം ചീറ്റുകയാണ് സഖാക്കളെ. കമ്മി ക്യാപ്സൂൾ വിഴുങ്ങികളും ചാനൽ ചാവേറുകളും CPM വിടുകയാണ്. ഇടുക്കിയിലെ മുൻ CPM MLA രാജേന്ദ്രൻ BJPയിലേക്ക് പോകുന്നു. ആയിഷ കോൺഗ്രസിലേക്ക് പോകുന്നു. PR വർക്കുകാർ ചരടുകെട്ടി നയിക്കുന്ന വെറും മണ്ടനായി മാറി പിണറായി വിജയൻ. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഫലം വന്ന വിഴിഞ്ഞം വാർഡും UDF കൊണ്ടുപോയി. എന്നിട്ട് 110 സീറ്റും പാറ്റിക്കൊഴിച്ച് തള്ളമറുതയെപ്പോലെ പിണറായി വിജയനും പിള്ളമറുതകളെപ്പോലെ ക്യാബിനറ്റും കാത്തിരിക്കുന്നു. കേന്ദ്രത്തിനെതിരെയുള്ള ഉപവാസം ആക്ഷേപഹാസ്യ പരിപാടിയായി മാറി. കപ്പിലെ ചായ കൂടി ട്രോളായി മാറി. പാളയം രക്തസാക്ഷി മണ്ഡപം പോലും ചിരിച്ചു മറിയുന്നു. പിണറായി പിന്നെയും വരുമെന്ന് പറഞ്ഞ് കുന്തിളിക്കുന്ന കമ്മികൾക്ക് തലച്ചോറില്ല എന്ന് പറയാം. ഈ പിണറായിക്കറിയില്ലേ ഉപ്പും ഉപ്പിലിട്ടതും. എത്രയോ പേരാണ് CPM വിട്ടുപോകുന്നത്. ആകെ ഇങ്ങോട്ട് കിട്ടിയത് ഒരു പാഴ് സരിനെയും ഭീമൻ രഘുവിനെയും. ഈ സരിൻ 3ാം ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. പാലക്കാട്ടെ ഫലപ്രഖ്യാപനത്തിൻ്റെ തൊട്ടു തലേന്ന് വരെ ഈ സരിൻ പറഞ്ഞത് ആദ്യത്തെ 13 റൗണ്ട് ഞാൻ ലീഡ് ചെയ്യുമെന്നായിരുന്നു. ഇതേ മാനസികാവസ്ഥയിലുള്ള പ്രവചനമാണ് പിണറായിയുടെ ഈ 110ഉം. അമ്മായിയപ്പൻ്റെ ഇച്ഛാശക്തിയിലുള്ള വിശ്വാസം കാരണം മരുമോനിസം ആഹ്ലാദത്തിലാണ്. ഇതേ ആഹ്ലാദമാണ് മന്ത്രിമാർക്കും. ജനങ്ങളുടെ പൾസറിയാനുള്ള 1 മീറ്ററും ഈ പിണറായിയുടെയും ഗോവിന്ദൻ്റെയും കയ്യിലില്ലേ സഖാക്കളെ? രാഹുലിനെ അകത്താക്കിയതിൻ്റെ പേരിൽ കേരളമാകെ പിണറായിക്ക് ജയ് വിളിക്കുകയാണെന്നാണ് പിണറായി കരുതിയിരിക്കുന്നത്. രാഹുലിൻ്റെ അതിജീവിതമാരും അവരുടെ ഭ്രൂണങ്ങളും കൂടി വോട്ട് ചെയ്താൽ താൻ ഇനിയും വരുമെന്നാണ് ഈ PR-കാരുടെ പൈങ്കിളി വിജയൻ കരുതിപ്പോരുന്നത്. ആയിഷയുടെ രാഷ്ട്രീയ മാറ്റത്തെ വിമർശിച്ചുകൊണ്ട് പാവം മേഴ്സി കില്ലിംഗ് സഖാത്തി മേഴ്സിക്കുട്ടിയമ്മ രംഗത്തെത്തിയിരിക്കുന്നു. എത്രയോ കാലമായി ഒന്ന് കണ്ടിട്ട്. പാർട്ടി ആയിഷ പോറ്റിയെ ഭയങ്കരമായി ഓമനിച്ചിട്ടുണ്ടത്രേ. 25 വർഷം MLA ആയിരുന്ന ഫാൻസി ഡ്രസ് ചേച്ചി ശോഭന ജോർജ് ഇപ്പോൾ എവിടെയാണ് മേഴ്സി? കോൺഗ്രസിൽ നിന്നും കിട്ടാവുന്നതെല്ലാം വാങ്ങിയ പിരായിരി അപ്പു എവിടെയാണ്? മേഴ്സിയുടെ മറ്റൊരു ചോദ്യമാണ് ഭീകരം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണെങ്കിൽ ആയിഷ എന്തിന് കോൺഗ്രസിൽ പോയി? മേഴ്സിയുടെ ഒരു മേഴ്സി നോക്കണേ. പിന്നെ BJPയിൽ പോകണമെന്നാണോ പറയുന്നത്? CPMൽ നിന്നും ഇറങ്ങുന്നവർ BJPയിലേക്ക് പോകണമെന്നാണ് ഈ ആഴക്കടൽ മേഴ്സിയമ്മ പറയുന്നത്. S രാജേന്ദ്രൻ സഖാവ് BJPയിൽ പോയപ്പോൾ സമാധാനമായി. അന്തംകമ്മി ലൂക്കോസ് പോയപ്പോഴും സമാധാനമായി. ജനങ്ങളെ പറ്റിച്ച് കടൽ വിറ്റ കുഞ്ഞമ്മയാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. കോൺഗ്രസ് മനുഷ്യർക്കൊപ്പം അല്ലത്രേ. ഇന്ന് മനുഷ്യർക്കൊപ്പം അല്ലാത്ത ഒരേ ഒരു പാർട്ടി കേരളത്തിലെ CPM മാത്രമാകുന്നു സഖാത്തി. അല്ല മേഴ്സി, വർഗവഞ്ചനയെന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. 6 തവണ MPയും 1 തവണ കേന്ദ്രമന്ത്രിയും 1 തവണ കേരളത്തിൽ മന്ത്രിയുമായിരുന്ന തിരുത തോമയെ വർഗവഞ്ചകനെന്ന് കോൺഗ്രസ്സുകാർ ആരെങ്കിലും വിളിച്ചിരുന്നോ? ബ്രിഡ്ജാസിട്ട പാലത്തിലൂടെ എത്രയോ നേതാക്കൾ സംഘിപ്പാളയത്തിലെത്തിയിട്ടും മേഴ്സിക്ക് ഒരു കുഴപ്പവുമില്ല. ഇങ്ങനെ പോയാൽ CPMൽ പിണറായി വിജയനും ഗോവിന്ദനും വരെ ഉണ്ടാകുമോ എന്ന് ആരറിഞ്ഞു? കപ്പലും കപ്പിത്താനുമെല്ലാം ആഴക്കടലിൽ മുങ്ങുകയാണ് മേഴ്സിയെ. ഓടിക്കോ.